കാസർകോട്ട് ഔഫ് അബ്ദുറഹ്മാൻ, മാഹിയിൽ കണ്ണിപ്പൊയിൽ ബാബു, തലശ്ശേരിയിൽ ഹരിദാസൻ, വെഞ്ഞാറമൂട്ടിൽ ഹക്കും മിഥിലാജും, തിരുവല്ലയിൽ പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപ്, അങ്ങനെ നിരവധി CPIM, CITU, DYFI പ്രവർത്തകർക്കാണ് രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിയാൽ ഈ കാലയളവിൽ ജീവൻ നഷ്ടമായത്. എന്നാൽ CPIM പ്രവർത്തകരാൽ മേൽപ്പറഞ്ഞ ഒരു കേസിലും പ്രതികൾക്കോ രാഷ്ട്രീയ എതിരാളികൾക്കോ ജീവൻ നഷ്ടമായിട്ടില്ല. പത്തനംതിട്ട പെരുന്നാട്ടിൽ ജിതിൻ എന്ന CITU പ്രവർത്തകനാണ് ഒടുവിൽ RSS BJP പ്രവർത്തകരായ പ്രതികളാൽ കൊല്ലപ്പെട്ടത്. CPIM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒരാശങ്കയും തോന്നാത്ത മാധ്യമ ലോകത്തിൻ്റെ ഇരട്ടത്താപ്പിനെ CPIM നേതാക്കൾ ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനുള്ള വല്ലാത്ത വ്യഗ്രതയും ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ CPIMനെ തന്നെ പഴിചാരാനുള്ള പതിവ് പാഴ്വേലയും പെരുന്നാട്ടിലെ കൊടും ക്രൂരതയിലും പയറ്റി. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ M. സ്വരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സ്വരാജ്, CPIM പ്രവർത്തകർ, DYFI പ്രവർത്തകർ, CITU പ്രവർത്തകർ, ഞാൻ ഈ സൂചിപ്പിച്ച വിധം ഈ കാലയളവിൽ കൊല്ലപ്പെട്ട നിരവധി മനുഷ്യരാണ്. പല കുടുംബങ്ങളും ആ വിധത്തിൽ നിരാലംബരായിട്ടുണ്ട്. വളരെ വലിയ ജാഗ്രതയോടെ പ്രകോപനങ്ങളിൽ പെട്ടുപോകരുത് എന്ന് പ്രവർത്തകരോട് CPIM നേതൃത്വം നിരന്തരം ഓർമ്മിപ്പിക്കുന്നതും കാണാം. പക്ഷേ ഇത്തരം രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തി രാഷ്ട്രീയം തുടരുകയാണല്ലോ. അതല്ലേ പെരുന്നാട്ടിൽ കണ്ടത് സ്വരാജ്? തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏകപക്ഷീയവും നിരന്തരവുമായ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ 64 ശേഷം CPIMന് നേരെ വിശിഷ്യ കേരളത്തിൽ നടന്നിട്ടുള്ളതായി കാണാൻ പറ്റും. 600-ൽ പരം മനുഷ്യജീവനുകളാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ പിന്തുടർന്നതിന്റെ പേരിൽ എതിരാളികളാൽ കേരളത്തിൽ കൊന്നു കുഴിച്ചുമൂടപ്പെട്ടത്. ഒരുപക്ഷെ മറ്റെവിടെയും നമ്മുടെ രാജ്യത്ത് ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മൊയാരത്ത് ശങ്കരൻ മുതൽ ഇങ്ങോട്ട് നൂറുകണക്കിന് വരുന്ന മനുഷ്യരെ ഇങ്ങനെ കൊന്നു തള്ളാൻ ഒരു മനസാക്ഷിക്കുത്തും രാഷ്ട്രീയ എതിരാളികൾക്കുണ്ടായിട്ടില്ല. നിരന്തരമായ കൊലപാതകങ്ങളുടെ അനുഭവങ്ങളുടെ മുന്നിൽ എവിടെയെങ്കിലും ഒരു പ്രതിരോധമുണ്ടായാൽ, കൊലയാളികൾക്ക് പരിക്ക് പറ്റിയാൽ അത് വലിയ വാർത്തയായി, കമ്മ്യൂണിസ്റ്റ് ആക്രമണമായി, വിചാരണയായി, മാധ്യമ വിചാരണയായി ഒക്കെ രൂപപ്പെടും. നിങ്ങളിപ്പോ നോക്കൂ, ചില പേരുകൾ നിങ്ങൾ ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ ഇതുപോലെ എത്ര പേർ കൊല്ലപ്പെട്ടു. ഒരാളുടെ പോലും ജീവൻ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകൊണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയുമല്ല. പത്തനംതിട്ടയിലാണ് ഇപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ കുറച്ച് വർഷങ്ങളായി ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യർ, സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ ഇടതുപക്ഷത്തോട് കൈകോർക്കുകയാണ്, CPIMലേക്ക് കടന്നു വരികയാണ്. RSS ബന്ധം ഉപേക്ഷിച്ച് നൂറുകണക്കിന് ചെറുപ്പക്കാർ കടന്നു വരുന്നു. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കൂ, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിക്കുന്നു. പഴയ കാലത്തു നിന്ന് പത്തനംതിട്ട മാറുകയാണ്. ഇത് എതിരാളികളെ വല്ലാതെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊന്നു തീർക്കാം എന്ന നിലയിലേക്ക് എത്തുന്നത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, നാട്ടിൽ സ്വന്തം കൊടി ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തി നിർത്തുക, ഇതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ചില അജണ്ടകളാണ്. തിരുവല്ലയിൽ സന്ദീപ് കൊല്ലപ്പെട്ടിട്ട് അധികമായില്ലല്ലോ. നാടിന്റെ മുഴുവൻ പ്രിയങ്കരനായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ജീവിതത്തിന്റെ വസന്തകാലത്ത് തല്ലി, കുത്തി, വെട്ടി കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നു, പത്തനംതിട്ടയിൽ വിശേഷിച്ചും നമ്മൾ കാണുന്നു. ഇവിടെ രാഷ്ട്രീയ ക്രിമിനലുകളെ, RSSകാരെ വിമർശിക്കുന്നത് പോലെ തന്നെ, അവരെ തുറന്നു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ നാം പരിശോധിക്കേണ്ടതാണ് മാധ്യമങ്ങളുടെ സമീപനം. എല്ലാ കൊലപാതകത്തെയും എതിർക്കുകയും ഹിംസയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും നാട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും പരിശ്രമിക്കുകയും വേണ്ടവരാണ് മാധ്യമങ്ങൾ. പക്ഷെ എന്തൊരു നിർഭാഗ്യമാണെന്ന് നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ നിശബ്ദത പാലിക്കുക, കൊലയാളികളെ വെള്ളപൂശുക, രാഷ്ട്രീയമല്ല എന്ന് പറയുക. എന്തൊരു മനുഷ്യത്വരാഹിത്യമാണ്. ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നിട്ട് പറയുകയാണ് അതിൽ രാഷ്ട്രീയമില്ല, അത് വ്യക്തിപരമാണ്. കൊലപാതകത്തിന് ശിക്ഷ അങ്ങനെ നോക്കിയിട്ടാണോ? കൊലയാളികൾ, RSS ക്രിമിനലുകൾ കൊല്ലപ്പെട്ടത് CITUവിന്റെയും DYFIയുടെയും നേതാവായിട്ടുള്ള, പ്രാദേശിക നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കൊലയിലേക്ക് നയിച്ചതിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്നുള്ളത് ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ? ഒരു പക്ഷേ ഒരു തർക്കത്തിൽ തീരുന്ന കാര്യം, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നൊരു കാര്യം എങ്ങനെയാണ് കൊലയിലേക്ക് എത്തുന്നത്? രാഷ്ട്രീയമായ പുക കൊണ്ടു കൂടിയാണ്. പത്തനംതിട്ടയിൽ എത്ര അനുഭവമുണ്ട്.
സഖാവ് ജി സുധാകരൻ മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരനെ അടിച്ച് തല തകർത്ത് തലച്ചോർ ചിതറിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് പന്തളം NSS കോളേജിൽ. കൊടുമണിലെ രാജേഷ്, പത്തനംതിട്ടയിലെ CV ജോസിനെ കൊന്നതിന്റെ സാക്ഷിയായിരുന്ന പ്രസാദ് സാക്ഷിയെയും കൊന്നു. കൊലയാളികളെ കോടതി ശിക്ഷിക്കാതിരിക്കാൻ സാക്ഷിയെയും കൊന്നുകളഞ്ഞ ഇങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ. വയ്യാറ്റുപുഴയിലെ അനില്, ഒടുവിലാണ് സന്ദീപിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തത് പത്തനംതിട്ടയിൽ. എന്തിനിങ്ങനെ മനുഷ്യരെ കൊല്ലുന്നു എന്ന് ചോദിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല കൊലപാതകം എന്ന് ആവർത്തിച്ചു പറയാൻ ഇനിയും കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ കൊലയാളികളെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ കൊലപാതകത്തിലെല്ലാം RSSനെ പോലെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നതാണ് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക. ഇടതുപക്ഷ വിരോധമാവാം, വിമർശനവുമാവാം, പക്ഷേ മനുഷ്യരെ പച്ചയായി കൊന്നു തള്ളുമ്പോ അതിനെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനും അങ്ങേയറ്റം അരോചകമായ ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല എന്ന് തിരിച്ചറിയാൻ ഇക്കൂട്ടർ തയ്യാറാവണം. ഒപ്പം നാടിന്റെ ശത്രുക്കളായ RSS രാജ്യം ഭരിക്കുന്നത് അവരാണ് എന്നതുകൊണ്ട് ഇന്ന് രാഷ്ട്രീയ വിയോജിപ്പുള്ളവരെ, അവരെ ആശയപരമായി നേരിടുന്നവരെ കൊന്നു തള്ളാൻ ഈ നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേരളത്തിലൊരു കോൺഗ്രസുകാരനെ RSSകാർ ആക്രമിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? അവർക്കറിയാം കൊല്ലേണ്ടതും ആക്രമിക്കേണ്ടതും അവരെ ആശയപരമായി നേരിടുന്നവരെയാണ്, അവർക്ക് ഭീഷണിയായി നിൽക്കുന്നവരെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന CPIMനെ അമിത്ഷാ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുകയും ഇനി തങ്ങളുടെ ലക്ഷ്യം ഇവിടെയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നത്. അതിന്റെ പ്രേരണ കൂടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ പിന്നിലുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ഏതായാലും ഈ ഘട്ടത്തിൽ കയ്യിലെടുത്ത ആയുധം താഴെ വെക്കാൻ കൊലയാളികൾ തയ്യാറാവണം. മനുഷ്യരെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കൊന്നുതള്ളുന്ന അപരിഷ്കൃതമായ നീചമായ കൊടും ക്രൂരമായ മാനസികാവസ്ഥ നമ്മുടെ നാട് തിരിച്ചറിയണം. അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം. മാധ്യമങ്ങളും കൊലപാതകങ്ങൾക്കെതിരെ മുഖം നോക്കാതെ ശബ്ദിക്കാൻ കരുത്ത് കാണിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി. ശ്രീ M സ്വരാജ്, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം യാത്രക്കിടയിലാണ്. വളരെ ഗൗരവമുള്ളൊരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യഥാർത്ഥത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്ന ഈ കൊലക്കത്തി രാഷ്ട്രീയം അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു പൊതുബോധം നാട്ടിൽ അത്രമേൽ ശക്തമായി ഉണ്ടായിട്ടും അത് വകവെക്കാതെ ഈ രീതി തുടരുന്നതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ എന്നുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് അത്തരം ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? അവിടെയും പക്ഷപാതപരമായ ഒരു സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇടതുപക്ഷ പ്രവർത്തകർ, വിശേഷിച്ച് CPIM, DYFI അതുപോലെ CI2 പ്രവർത്തകരടക്കം കൊല്ലപ്പെടുന്നൊരു സാഹചര്യം വരുമ്പോൾ അതിൽ വളരെ പക്ഷപാതപരമായിട്ടുള്ള, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ പോലെ അതിനെ കാണുന്നു. ഇതിനെതിരായിട്ടുള്ളൊരു അവബോധം രൂപപ്പെടുത്താൻ അത്തരത്തിൽ കൊലയാളികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനുള്ള താല്പര്യമില്ലായ്മ എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതാണ് സ്വരാജ് സംസാരിച്ചതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ കാലയളവിലാകെ 947 മുതലുള്ളൊരു വലിയ ചരിത്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നൂറുകണക്കിന് CPIM പ്രവർത്തകർ ആ വിധത്തിൽ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വരാജ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തുടങ്ങേണ്ട ഒരു ചർച്ചയുടെ ഒരു തുടർച്ചയുണ്ട്. ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ അവിടെ നിന്ന് അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കാണ് പോകുന്നത്. വളരെ ശക്തവും അർത്ഥവത്തുമായ ഒരു തുടക്കമല്ലേ ഈ ചർച്ചയുടെ ഭാഗമായി സ്വരാജ് മുന്നോട്ട് വെച്ചത് എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇക്കാര്യത്തിൽ ലാൽകുമാർ, വളരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. CPIM കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യത്തിൽ എടുക്കുന്ന മാധ്യമങ്ങളുടെ സമീപനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ എതിരാളികൾ, ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രതികളായി വന്ന നിരവധി കേസുകളുണ്ട്, സംഘ് പരിവാർ പ്രവർത്തകർ പ്രതികളായി വന്ന നിരവധി കേസുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് നിലയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് സ്വരാജ് പറഞ്ഞു വെച്ചത്, ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞത് വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളല്ലേ ലാൽകുമാർ? നിശ്ചയമായും. നോക്കൂ, നമ്മളെല്ലാം എപ്പോഴും പറയുന്ന കാര്യം, ആരും കൊല്ലപ്പെടാൻ പാടില്ല. അത് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊല്ലാൻ പാടില്ല. കാര്യം കൊലപാതകം എന്ന് പറയുന്നത് അത് ശരിയായ ഒരു രാഷ്ട്രീയ രീതിയല്ല. 24ാം നൂറ്റാണ്ടിൽ അത് ചെയ്യുക എന്ന പ്രാകൃതമാണ്. അത് ആര് ചെയ്താലും പ്രാകൃതമാണ്. പക്ഷെ ഇതിനകത്തെ പ്രശ്നം, അടിസ്ഥാനപരമായ ഒരു കൊലപാതകം നടന്ന ശേഷം
ആ കൊലപാതകം ഒരു CPIM-കാരനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ നമ്മുടെ സമൂഹം അതിനെ നോക്കിക്കാണുന്ന ഒരു രീതി, സമൂഹം നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണല്ലോ സമൂഹത്തിലേക്ക് എത്തുന്നത്. ഇപ്പം ഈ പറയുന്ന പത്തനംതിട്ട പെരുന്നാട് നടന്ന വിഷയം കണ്ണൂരുള്ള ഒരാൾ അറിയണമെങ്കിൽ മാധ്യമങ്ങൾ കൂടെ മാത്രമേ അറിയാൻ കഴിയൂ. അല്ലെങ്കിൽ നാളെ പത്രം വരണം. പത്രവും ഒരു മാധ്യമം തന്നെയാണ്. അവിടെ എന്ത് നറേറ്റീവ് കൊടുക്കുന്നു എന്ന അടിസ്ഥാനത്തിലായിരിക്കും പൊതുവെ സംസ്ഥാനത്ത് മൊത്തമായി ഈ വിഷയത്തിനെ കുറിച്ചുള്ള നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ വ്യക്തമായി മാധ്യമങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇന്നത്തെ ഈ വിഷയം മറ്റു മാധ്യമങ്ങൾക്ക് ഒരു ചർച്ച പോലുമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഈ പറയുന്ന ചർച്ചകൾ ഒരെണ്ണം പോലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ അടിസ്ഥാനപരമായി ഇതിൽ നിന്ന് വലിഞ്ഞു നിൽക്കുക. കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തിപരമായ കാരണമാണ്. എന്താ ആ വ്യക്തിപരമായ കാരണം കൂടെ വിശദീകരിക്കണ്ടേ? നോക്കൂ, ഒരാളെ കൊല്ലുന്നത് വ്യക്തിപരവുമാകാം, പക്ഷെ അതിന് രാഷ്ട്രീയ കാരണമാണോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു, ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു, രാഷ്ട്രീയമായി ഇടപെടുന്നു, അത് എന്നോടായിരിക്കാം കൂടുതൽ ദേഷ്യം ചിലപ്പോൾ ഒരാൾക്കുണ്ടാകുക. അങ്ങനെ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ട് ഇയാളിലേക്ക് ഒരു ഫോക്കസ് വന്നിട്ടുണ്ടോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? നോക്കൂ, ഇവിടെ ശരത്തേട്ടന്റെ ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ ഈ മാധ്യമ കമ്മ്യൂണിറ്റി. ഇപ്പം ഇതിനകത്ത് ഒരു അനിമോസിറ്റി ഈ പറയുന്ന രണ്ടുപേരും തമ്മിൽ പേഴ്സണലായിട്ട് ഉണ്ടെന്നിരിക്കട്ടെ. ഞാനൊരു എക്സ്റ്റൻഷനാ ഈ പറയുന്ന ആൾക്കാരുടെ വാദം കൂടെ ഞാൻ എടുത്തുകൊണ്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് പറയുന്നത് പോലെ അല്ല യഥാർത്ഥ കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്നിരിക്കട്ടെ. അവർ പറയുന്ന വാദം ഞാൻ എടുക്കുക. അതും ഈ പറയുന്ന ഫ്ലോറിൽ ചർച്ച ചെയ്യുമ്പോൾ പറയാമല്ലോ, ഇല്ലേ? ഈ പറയുന്ന മറ്റു മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് തെറ്റാണെന്നും അങ്ങനെ അല്ല എന്നും പറയാമല്ലോ. അങ്ങനെ പറയുമ്പം CPM-ന്റെ പ്രതിനിധിക്ക് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് പറയാനുള്ളൊരു അവസരവും ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ പോലും ഈ പറയുന്ന ഇവർക്ക് എതിർക്കാൻ പോലും, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന രീതി എന്താണ്? അതെന്ത് മാധ്യമ പ്രവർത്തനമാണ്? ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല. നോക്കൂ, ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ കൊലക്കത്തി കയ്യിലെടുത്ത ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ പാപം ചെയ്യുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാന്ന് ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും. കാര്യം ഇത് ഒരു വൺ സൈഡഡ് ആണ്. ഈ റിപ്പോർട്ടിംഗ് വൺ സൈഡഡ് ആണ്. അതിൽ പരം ഇതും ഒരു മീഡിയ മേർഡർ നടത്തുന്ന അവസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്ന ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ? ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമധർമ്മം എപ്പോഴും പറയുന്നൊരു വാക്കാണ്. ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി കേൾക്കുന്ന ഒരു വാക്കാണ് മാധ്യമധർമ്മം. ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, ഇതൊക്കെ വലിയ വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു നിഷ്പക്ഷതയും ഇല്ലാതെ, ഒരു കാര്യത്തിലും കാര്യക്ഷമമായി ഇടപെടാതെ, ഒന്നിനെക്കുറിച്ചും ഒരു ഐഡിയ ഇല്ലാതെ പെരുമാറുകയും ഒരു കക്ഷിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇവർക്ക് CPM വിരുദ്ധത മാത്രം പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ഫ്ലോറായി കേരളത്തിലെ മാധ്യമങ്ങളുടെ ചാനലുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. കാര്യം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എത്രയോ പേര് കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇവിടെ സ്വരാജ് സന്ദീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഞാൻ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് വൈകിട്ട് എനിക്കൊരു ചർച്ചയുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം, പേര് പറഞ്ഞേക്കാം, എന്തിനാ പേര് പറയാൻ മടിക്കുന്നത്, മാതൃഭൂമിയിൽ ഒരു ചർച്ച. എന്താണ്? കോടിയേരി ബാലകൃഷ്ണൻ ആ സമയത്താണ് സംസ്ഥാന സെക്രട്ടറിയായി തിരിച്ചു വരുന്നത്. കാര്യം അദ്ദേഹം ആരോഗ്യ പ്രശ്നം കാരണം ഒഴിയുകയും പിന്നെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുന്നതാണ്. ചർച്ച അതായിരുന്നു. ഞാൻ ആ ചർച്ചയ്ക്ക് പോയത് തന്നെ ഇതിനകത്ത് പ്രതിഷേധം പറയാനാണ്. എന്റെ വാദം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി പണി നോക്ക് എന്ന് പറയേണ്ട വന്നു ഈ പരിപാടി നടത്തുന്നതിന്. നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേട് എന്ന് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു വന്ന അന്നത്തെ ചർച്ച, കേരളത്തിൽ ഒരു നിഷ്ഠുരമായ കൊലപാതകം നടന്ന ശേഷം അവരുടെ സൂപ്പർ പ്രൈം ടൈമിലെ ഡിസ്കഷൻ എന്ന് പറയുന്നത്
കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നുള്ളത് അതൊരു പ്രധാനമായ വിഷയമല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാര്യം എന്നാ, കോടിയേരിയുടെ വിഷയം എടുക്കുന്നത് കോടിയേരിയോടുള്ള താല്പര്യം കൊണ്ടല്ല. അത് നമുക്കറിയാമല്ലോ അല്ലേ? കോടിയേരിയോടുള്ള താല്പര്യം കൊണ്ടാണ് എങ്കിൽ കോടിയേരി വിഷയം എടുക്കത്തില്ലല്ലോ മാധ്യമങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്നിട്ട് അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അവർ പറഞ്ഞത് അത് ഞങ്ങൾ വേറൊരു സ്ലോട്ടിൽ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് ചർച്ച ചെയ്യാനാണോ ഇത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ പ്രൈം ടൈമിൽ എന്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങൾ ഇത് വിഷയം ചർച്ച ചെയ്തു പറയുമ്പോ എന്താ, നിങ്ങളുടെ എഡിറ്റോറിയൽ സ്കീം വെച്ച് നിങ്ങൾക്ക് പിന്നെ എപ്പോഴേലും പറയുമ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തായിരുന്നല്ലോ 2 മണി. ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും എന്നെ കാണുന്ന ഓരോരുത്തർക്കും അറിയാമല്ലോ ചർച്ചയുടെ സമയം എപ്പോഴാണെന്ന്. നമ്മൾ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഈ TV എന്ന് തുറക്കുന്നത് ചർച്ച നോക്കിയേക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആൾ നോക്കുന്ന എപ്പോഴാണ്? 7 മണി, 8 മണി, 9 മണി. 7 മണിക്ക് കുറെ പേര് ചർച്ച ചെയ്യാറുണ്ട്, 8 മണിക്ക് കൂടുതൽ പേര് ചർച്ച ചെയ്യാറുണ്ട്, 9 മണിക്ക് മീഡിയ ഉണ്ട് ചർച്ചയുണ്ട്. അതിന് 9 മണിക്ക് മുമ്പ് ഉള്ള 9 മണി കഴിഞ്ഞും ചർച്ചയില്ല, 7 മണിക്ക് മുമ്പും ചർച്ചയില്ല. ഇതിന്റെ ഒരു സ്ലോട്ടിൽ മറ്റൊരു ചർച്ച നടത്തിയിട്ട് എപ്പോഴോ ഒരു ചർച്ച നടത്തിയിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ വേറെ ചർച്ച നടത്തിയത്. ഇങ്ങനെ പറയാനും ഒരു മടിയുമില്ല ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുകയും ചെയ്യും. ഇത് നിഷ്പക്ഷമെന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ, ഇതാണ് മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവും. ഒരു സംശയവുമില്ല. അത് ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രവൃത്തി അത് ചെയ്യാതെ വരുമ്പം അത് ആൾക്കാർ അതിനകത്ത് ഇടപെടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇരട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആദ്യത്തെ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. നോക്കൂ, പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്. പത്തനംതിട്ട ജില്ലയിൽ BJP അല്ലെങ്കിൽ RSS ഒരു വലിയ വേരോട്ടം ഉണ്ടാകുന്ന ഒരു കാലം വന്നു. എന്താണെന്നറിയോ? ഈ ശബരിമല വിഷയം വളരെയധികം കത്തിച്ചു നിർത്തി അതുവഴി ഒരു വലിയ നേട്ടം ഉണ്ടാക്കാം എന്നവർ വിചാരിച്ചു. അവർക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് വോട്ട് പെർസെന്റേജ് കുറെയൊക്കെ കൂടിയെങ്കിലും അവർക്ക് ആ ഫ്രൂഷനിലേക്ക് വന്നില്ല, ആ റിസൾട്ട് വന്നില്ല. ഇത് കഴിഞ്ഞ് സംഭവിക്കുന്നത് ഇവരിലേക്ക് പോയ വോട്ടുകളും ഇവരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള വോട്ടുകളും ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങി. അത് കോൺഗ്രസിലേക്കാണെങ്കിലും CPM-ലേക്കാണെങ്കിലും വരാൻ തുടങ്ങി. ഇതിന്റെ ഫ്രസ്ട്രേഷൻ RSS BJP കൊണ്ട്. കാര്യം പഴയതുപോലൊരു വളർച്ച അവിടെ നിന്ന ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ ആൾക്കാർ തിരിച്ചു വരികയും കൂടാതെ അവരിൽ നിന്നുള്ളവർ കൂടുതൽ ഇപ്പുറത്തേക്ക് വരാനും തുടങ്ങി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ CPM-നെ പോലുള്ള പാർട്ടിക്ക് വളർച്ചയുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അതുമായി ബന്ധപ്പെട്ട് മസ്കുലിൻ രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് എവിടെ പോയി അവസാനിക്കും? ഇപ്പൊ ഞാൻ ഇന്നൊരു ചർച്ചയിൽ പങ്കെടുത്ത് RSS-നെതിരെയോ BJP-ക്കെതിരെയോ സംസാരിക്കുമ്പം എന്റെ മുറ്റത്ത് ആൾ വന്ന് നിൽക്കുകയാണ്, എന്നെ വെട്ടിക്കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാര്യങ്ങൾ നടക്കുക? ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ഈ പറയുന്ന CPM അല്ലെങ്കിൽ CITU SFI-ക്കാരൊക്കെ കൊല്ലപ്പെടുമ്പം ആ വിഷയം അതിന്റെ സ്കെയിലിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയ മേർഡറാണ്. CPM-കാരൻ ഒരാള് നിങ്ങൾ അപ്പുറത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ വാർത്ത ചെയ്യൂ, ഒരു പ്രശ്നവുമില്ല. ആരാ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വിമർശിക്കപ്പെടേണ്ട വിഷയമാണ്. അല്ല, അത് ചെയ്യാറുണ്ടല്ലോ. അതിലൊരു കുറവും ആരും വരുത്താറില്ല. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ പെരിയ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ എത്രയോ അധികം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ വിധി വന്ന സമയത്ത് അതിന്മേൽ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള നിലപാടൊക്കെ എല്ലാവർക്കും അറിയാം. മറുഭാഗത്ത് നിശ്ചയമായി അതാണ് നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് സ്വരാജും പറഞ്ഞത് അതാണ്. എല്ലാ കൊലപാതകങ്ങളിലും മാധ്യമങ്ങളുടെ ഒരു പൊതു ഉത്തരവാദിത്വമുണ്ട്. അതിനെതിരായി ചിലയിടത്ത് നിശബ്ദത പാലിക്കുക, ചിലയിടത്ത് വെള്ളപൂശൽ നടത്തുക, അങ്ങനെയല്ലല്ലോ മാധ്യമങ്ങൾ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. മറുഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ ഇനി പറയുന്നത് പോലെ വാദത്തിന് വേണ്ടി എടുത്താൽ വ്യക്തിപരമായ ഒരു കാരണം ആരോപിച്ചാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അവൻ്റെ രാഷ്ട്രീയ എതിരാളി കത്തിയെടുത്ത് കുത്തിക്കൊന്നാൽ അത് നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നത് ഏത് മാധ്യമ ധാർമ്മികതയാണെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ വളരെ കാര്യമായിട്ട് ഉയരുന്നുണ്ട്, ലാലു പറഞ്ഞതുപോലെ. ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുന്നു. ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിശ്ചയമായി നേരത്തെ ലാലു പറഞ്ഞതുപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് RSS BJP പ്രവർത്തകരാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ
അവർക്ക് എന്താണ് ഇക്കാര്യങ്ങളിൽ പറയാനുള്ളത് എന്നതും പ്രധാനമാണ്. പക്ഷേ അവരാരും ഈ ചർച്ചയിലേക്ക് വരുന്നില്ല എന്ന് വേണം ധരിക്കാൻ. കാരണം നമ്മൾക്കെല്ലാം ഈ പാർട്ടികൾ അവരുടെ മീഡിയ പാനലിൽ നിന്നാണ് ആളുകളെ തരുന്നത്. നമ്മൾ സ്വതന്ത്രമായി വിളിക്കുകയല്ല. അവരുടെ മീഡിയ പാനലിനെ കൈകാര്യം ചെയ്യുന്ന ആളിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടും അതിന് മറുപടി വന്നിട്ടില്ല. മറ്റൊരു BJP-യിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടും അദ്ദേഹം വഴിയും സംസാരിച്ചിട്ടും ഒരാളെയും തന്നില്ല എന്നതുകൂടി പ്രേക്ഷകരോട് ഒരു ചർച്ചയുടെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ നിന്നും പറയേണ്ടതുണ്ട് എന്ന് കരുതിയതുകൊണ്ട് പറയുന്നു. ലാലിനോട് ഒരു കാര്യം കൂടി പറയാം. പക്ഷേ ഇന്ന് CPIM ഇതുപോലെ തന്നെ CPIM-ൻ്റെ പ്രതിനിധി ചർച്ചയിലേക്ക് ആരെ തരും എന്ന് എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്നത് പോലെ കൈരളി ചോദിച്ചപ്പോഴും ഞങ്ങളിതാണ് വിഷയം എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ CPIM പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിഷയത്തിന് മാത്രമേ ഇന്ന് ചർച്ചയ്ക്ക് CPIM ആളെ നൽകൂ എന്ന നിലയിലേക്ക് CPIM ഒരു നിലപാടിന്ന് സ്വീകരിക്കുക കൂടി ചെയ്തു എന്ന് ഞാൻ സാന്ദർഭികമായി ലാലിനോട് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നിലപാട് CPIM ഇന്ന് എടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചകളിൽ സ്വാഭാവികമായും ഈ വിവാദങ്ങളുടെ അരികുപറ്റി നിൽക്കുന്ന ഒരു മാധ്യമ ചർച്ചാ രീതിയാണല്ലോ. അതിലേക്ക് എനിക്ക് തോന്നുന്നില്ല CPIM പ്രതിനിധി നേരിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു CPM-ൻ്റെ DYFI-യുടെ CITU-വിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട് നിൽക്കുന്ന ഒരു രാത്രിയിൽ അതിന് ഒരു ഗൗരവവും കൊടുക്കാതെ അത്തരം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന പൊതു തീരുമാനത്തിന് വിഘാതമായി തുടർച്ചയായി ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായ ഒരു അവബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ആ പാർട്ടി ഇതിൻ്റെ പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് വളരെ ഏറെ പ്രസക്തമാണ് എന്ന് ലാലി കരുതുന്നോ? നിശ്ചയമായും. നോക്കൂ, ഒരു ചർച്ച ഇന്ന് കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള മറ്റ് ചർച്ചകൾ എന്താണ്? ഇപ്പം ശശി തരൂർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിൽ നിന്ന് പിൻവലിഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്? ഇത് അങ്ങനെയുള്ളൊരു വിഷയം, അതിനെക്കാട്ടിലും എത്രയോ ഗ്രാവിറ്റിയുള്ള ഒരു വിഷയമാണിത്. ഇപ്പൊ ഈ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ശശി തരൂർ വിഷയം ചർച്ച ചെയ്താൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ശശി തരൂർ വിഷയം ചർച്ച ചെയ്താൽ ആ വിഷയം തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നിരിക്കട്ടെ. അത് ചെയ്താലും കോൺഗ്രസിനാണ് ക്ഷീണം. ആ വിഷയം കോൺഗ്രസിന് ക്ഷീണമുള്ള ഒരു വിഷയമാണ്. പക്ഷെ അത് വേണ്ട, കോൺഗ്രസിന് ക്ഷീണമുള്ള വിഷയമല്ല ചെയ്യേണ്ടത്. കാര്യം അതിനെക്കാട്ടിലും വലിയ വിഷയമാണിത് എന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനത്തിന് മേളിലല്ല നമുക്കൊന്നും. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അത് CPIM അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാര്യം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് കൊല്ലപ്പെട്ട ശേഷം നമ്മൾ പോയിരുന്നു വേറെന്തെങ്കിലും പറയാം. അതും ഞാനതാ പറഞ്ഞത്. ഞാൻ ആ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിനാണ് പ്രാധാന്യം ഉണ്ടാകുന്നത്. അതല്ലാതെ നമ്മൾ ചുമ്മാതെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡിനെ ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളും കണ്ണടച്ചിട്ട് കാര്യമില്ല. ഡീല് ചെയ്തേ മതിയാവൂ. നിസ്സഹകരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നിസ്സഹകരണം എന്ന് നോൺ കോഓപ്പറേഷൻ അതൊരു ഗാന്ധിയൻ മെത്തഡാണ്. അതിനെന്താ ഒരു തെറ്റുമില്ല. കറക്റ്റ് നിലപാടാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ, ദൃശ്യമാധ്യമങ്ങളുടെ ചർച്ചകളിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ വിട്ടുനിൽക്കൽ എന്നുള്ളത് ജനാധിപത്യപരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ CPIM-ന് ഒരു നിലപാട് സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു അഭിപ്രായമാണ് ലാൽകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ. മാധ്യമങ്ങളുടെ വളരെ പ്രകടമായ ഇരട്ടത്താപ്പ്, അത് സമൂഹത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള, മാധ്യമങ്ങളുടെ ശരിയായ ശക്തി അറിയേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണ്. അപ്പോൾ അതിന് തങ്ങൾ തയ്യാറല്ല എന്ന നില, അത് ഇടതുപക്ഷക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, CPIM-കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, DYFI-കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, CITU-കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഇത്രയേ ഉള്ളോ എന്ന ഒരു മനോഭാവത്തോടു കൂടി ഒരു മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടി തിരുത്തി പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിസ്സഹകരണത്തിൻ്റെ ജനാധിപത്യ രൂപമുണ്ടാകണം എന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമായി പറഞ്ഞു വെച്ചത്. ഞാൻ CPIM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ രാജു എബ്രഹാം, ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആ സംഭവം പറഞ്ഞ് അവിടേക്ക് എത്തുകയും അതിനോട് ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് CPIM-ന് ഇക്കാര്യത്തിലുള്ള ആശങ്കയും അല്ലെങ്കിൽ വലിയ പ്രതിഷേധവും അറിയിച്ച ആളുകൂടിയാണ് താങ്കൾ, CPIM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. അപ്പോൾ തന്നെ പറഞ്ഞു ഈ കൊലപാതകത്തിന് പിന്നിൽ RSS BJP ആണ്. താങ്കൾ അപ്പോൾ പറഞ്ഞത് ഈ നേരം വരെയും മാറ്റേണ്ടതായ ഒരു സാഹചര്യവും വന്നിട്ടില്ല എന്നു മാത്രമല്ല, പിടിക്കപ്പെട്ട പ്രതികൾ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ആ പ്രതികൾക്ക് അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ തണൽ, സംരക്ഷണം ഒരുക്കുന്നത് സംഘ് പരിവാറാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടെ തന്നെയാണോ ഈ രാത്രിയിലും ഈ ചർച്ചയിൽ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ പങ്കെടുക്കുന്നത്? ജിതിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ
RSSന്റെ പരിശീലനം ലഭിച്ച കൊലയാളിയാണ് ഒന്നാം പ്രതി വിഷ്ണു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ജിതിൻ്റെ ജീവൻ എടുക്കുവാൻ അദ്ദേഹം പ്രത്യേകം പണിയിപ്പിച്ച ഒരു വടിവാളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. രാത്രി 12:30 പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ എത്തി ആ ഡെഡ് ബോഡി കാണുമ്പോൾ സത്യത്തിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വലിയ മുറിവാണ് അദ്ദേഹത്തിൻ്റെ വാരിയലിൽ കീറി ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട മരണകാരണവും. അപ്പം അത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കണമെങ്കിൽ അത് വളരെ നല്ല പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത്തരത്തിലേക്കുള്ള ഒരു കത്തി ആഴത്തിലിറക്കി അവിടെ വിസ്താരത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ മാരകമായ മുറിവേൽപ്പിച്ചാണ് ജിതിൻ എന്ന ചെറുപ്പക്കാരനെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കൊലപ്പെടുത്തിയത്. ജിതിനെ കൊലപ്പെടുത്താൻ വളരെ നേരത്തെയുള്ള പദ്ധതികൾ RSS, BJP, BMS തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ എവിടെയൊക്കെയാണ് ആ പദ്ധതികൾ എന്നുള്ളത് പോലീസ് കണ്ടെത്തണം. കാരണം ഈ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ കാറിൽ ആയുധങ്ങളുമായിട്ടാണ് അദ്ദേഹം എത്തിയത്. അപ്പോൾ സാധാരണഗതിയിൽ വൈകുന്നേരം ഇറങ്ങുമ്പോൾ സംഘർഷമില്ലാത്തൊരു സ്ഥലം, ആ നിലവിൽ അവിടെ സംഘർഷമില്ല. എന്നാൽ നേരത്തെ പല കേസുകളിലും CPMൻ്റെ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവങ്ങളുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങളുണ്ട്, ലഹരി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഇവർ. തൊഴിൽ സൈറ്റുകളിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. പക്ഷേ ഇന്നലത്തെ സംഭവത്തിൽ അങ്ങനൊരു സംഘർഷം നടക്കും എന്നൊരു സാഹചര്യം ഇല്ലാത്ത ദിവസമായിരുന്നു ഇന്നലെ. അപ്പം അങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അവിടെ നമ്മുടെ ചെറുപ്പക്കാർ അവിടെ കവലയിൽ വൈകിട്ട് സന്ധ്യ കഴിച്ചിട്ടും അവിടെ ചെലവഴിച്ചത്. പക്ഷെ അപ്പുറത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പുറത്ത് ഈ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഈ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ട് ഇന്ന് പോലീസ് ആലപ്പുഴ ജില്ലയിൽ വെച്ച് ഈ വാഹനം ഉൾപ്പെടെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വാഹനത്തിൽ ആയുധങ്ങളുണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ വാഹനത്തിൽ നിന്നെടുത്ത് വെട്ടുന്ന CCTV ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരത്തിൽ സർവ്വസന്നാഹങ്ങളുമായി വരണമെങ്കിൽ അതിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന പോലീസ് അന്വേഷിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പെരുന്നാട് പഞ്ചായത്തിലെ ചെറുപ്പക്കാരുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന ഒരാൾ, അവിടുത്തെ തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളിയാണ്, ആ തൊഴിലാളികളുടെ എല്ലാ കാര്യത്തിലും മുമ്പിൽ നിന്ന ഒരു ചുമട്ട് തൊഴിലാളി, അങ്ങനെ ഉള്ള ഒരാൾ, മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരു പോരാളി. കാരണം പെരുന്നാട് പഞ്ചായത്തിൽ പല ഈ BJP ആളുകളും മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട ആളുകളാണ്, പ്രത്യേകിച്ച് മാമ്പാറ ഭാഗത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തയാളെ ഇല്ലാതാക്കുക എന്ന അജണ്ട അവിടെയുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നിക്ഷിപ്ത അജണ്ടയുടെ പുറത്താണ് അവിടെ ഈ ക്രൂരമായ ഈ കൊലപാതകം നടത്താൻ ഇവർ തയ്യാറായത്. കുറേ നാളുകളായി നേരത്തെ ഇതിനൊക്കെ ചേർന്ന സന്ദർഭത്തിൽ തന്നെ ഈ പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് പല ആയുധധാരികളായ ആളുകളെയും അവിടെ നേരത്തെ കൊണ്ടുവന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊലയാളികളെ ഒറ്റപ്പെടുത്തുക നാടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. കാരണം പെരുന്നാട് പോലെയുള്ള ഒരു തൊഴിലാളി മേഖല, അവിടെ ഇവരുടെ രംഗപ്രവേശനത്തോടു കൂടിയാണ് അവിടെ സംഘർഷങ്ങൾ ആരംഭിച്ചത്. നേരത്തെ ഏറ്റവും സമാധാനമായി ജനങ്ങൾ ജീവിക്കുന്നൊരു പ്രദേശമായിരുന്നു. അവിടേക്കാണ് ഈ നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നിലയിലുള്ള ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റാനുള്ള പരിശ്രമം ഇവർ നടത്തിയത്. അതിനുള്ള ആയുധ പരിശീലനങ്ങൾ അവർക്ക് ലഭിച്ചു, ആയുധങ്ങൾ അവർ സംഭരിച്ചു. ആയുധങ്ങളെല്ലാം കണ്ടെടുക്കണം, അതിന് പോലീസ് തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ താങ്കൾക്കൊപ്പം തന്നെ പെരുന്നാട്ടിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായിട്ടുള്ള ജെയ്സൺ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ അവിടെ ഡിവൈഎഫ്ഐ CIT പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ജിതിൻ അവിടെ എത്തുന്നു. അപ്പോഴേക്കും ഈ വിഷ്ണു ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ന വാഹനത്തിൽ നിന്ന് മാരകായുധവുമായി വടിവാളുമായി ഇറങ്ങി വന്ന് ജിതിനെ ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വലിയ സൂചനയുണ്ട്. ഒന്നുകിൽ കൃത്യമായ ഗൂഢാലോചനയോടെ ഈ പറഞ്ഞതുപോലെ ആളെ തീർക്കണം എന്ന നിലയിലേക്ക് വന്നതാകാം, അല്ലെങ്കിൽ നിരന്തരം ആ പ്രദേശത്താകെ ഈ രൂപത്തിലാകണം ഈ സംഘം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഈ ആളുകളെ തട്ടുക എന്ന നിലയിലേക്ക്, അവരുടെ ജീവനെടുക്കുക എന്ന നിലയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്ന ഒരു സംഘമാണോ? ഇതേതാണെന്നുള്ളത് ഏതായാലും അപായകരവും അപകടകരവും ആശങ്കാജനകവുമായൊരു സാഹചര്യമാണ്, പോലീസ് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില പ്രചാരണങ്ങൾ നടന്നിട്ടുള്ളത് ഈ പ്രതികളിൽ 2 പേർ ഡിവൈഎഫ്ഐക്കാരാണ്, അത് ചൂണ്ടിക്കാട്ടി ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഇത് വേറെ തരം തർക്കങ്ങളാണ്, വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രചാരണവും നടന്നു. പക്ഷേ അതിൻ്റെ കാറ്റ് ആദ്യമേ പോയതും വസ്തുതയാണ്. അത്തരമൊരു പ്രചാരണം, സോഷ്യൽ മീഡിയ പ്രചാരണം ചില കോണുകളിൽ നിന്ന്, ചില കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ആസൂത്രിതമായി നടന്നതും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അതുകൂടി ചേർത്തുകൊണ്ട് വസ്തുത എന്താണ്? പെരുന്നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് RSSഉം BJPയും ആ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശബരിമലയും കൂടി ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വളരെ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് BJPയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ RSSനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ മാമ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഈ കക്കാട് വാർഡ് മെമ്പറായിട്ടുള്ള BJPയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടാക്കുകയും അവിടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ DYFI പ്രവർത്തകർ അത് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ലഹരി മാഫിയക്കെതിരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു നമ്മുടെ ജിതിൻ സഖാവ്. അന്നു മുതലേ BJPക്ക് ജിതിൻ സഖാവിനോട് വളരെ വലിയ വൈരാഗ്യമുണ്ട്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ പല പ്രദേശങ്ങളിൽ വെച്ച് സഖാവിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, അവിടെ ഒരു തൊഴിലാളി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടേണിന് CA2-ൻ്റെ BMSൻ്റെ ടേണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിൽ ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ സഖാവ് ജിതിനോട് വളരെ മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനം എന്നുള്ള രൂപത്തിലാണ് ഇന്നലെ 8:45 ഈ ലഹരി മാഫിയകൾക്കെതിരെ ജിതിൻ സഖാവിനോടൊപ്പം പ്രവർത്തിച്ച അനന്തു വെള്ളം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ബേക്കറി പോയപ്പോൾ ആ ബേക്കറിയുടെ പരിസരത്ത് മദ്യപിച്ച് നിന്നിരുന്ന വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും കൂടിയായിട്ടുള്ള നിഖിലേഷും ശരനും സുമിത്തും മനീഷും കൂടി ചേർന്ന് ഈ നമ്മുടെ അനന്തുവിനെ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഈ മർദ്ദന വിവരം അറിഞ്ഞിട്ടാണ് DYFIയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയായിട്ടുള്ള സഖാവ് വിഷ്ണു അവിടെ എത്തിച്ചേരുന്നത്. DYFIയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി വിഷ്ണു അവിടെ ചെല്ലുമ്പോൾ അനന്തുവിനെ ഈ ആളുകളെല്ലാം മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഖാവ് അവിടെയുള്ള ബാക്കിയുള്ള സഖാക്കളെയും കൂടി കൂട്ടി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുകയും മർദ്ദനം അവസാനിപ്പിച്ച് സമാധാനത്തോടെ എല്ലാവരും പിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടങ്ങളിൽ അവരത് അനുസരിച്ചെങ്കിലും വിഷ്ണു അവിടെ വാഹനത്തിൽ വന്നിറങ്ങി വീണ്ടും അവിടെ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. വളരെ സമാധാനപരമായിട്ടാണ് അവിടുത്തെ DYFI പ്രവർത്തകർ ഈ നിഖിലേഷിനോടും വിഷ്ണുവിനോടും പറഞ്ഞത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പിരിഞ്ഞു പോകണമെന്ന്. ഈ വിവരം അറിഞ്ഞിട്ടാവണം ജിതിൻ, നമ്മുടെ ഈ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ സഖാവ്, ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന സമയത്ത് തന്നെ സമാധാനത്തോടെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ DYFI പ്രവർത്തകർക്കെതിരെ ഈ ആളുകൾ ആക്രോശിച്ചു വരികയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ വിഷ്ണു എന്ന് പറയുന്ന RSSൻ്റെ പ്രവർത്തകൻ
ഈ RSSകാരനായിട്ടുള്ള വിഷ്ണു ഒരു കാറിനകത്ത് ഒളിപ്പിച്ചു വച്ചിരുന്ന വടിവാൾ പോലെ തോന്നിക്കുന്ന ഒരു ഉപകരണം എടുത്തുകൊണ്ട് വന്ന് അവിടെ സഖാവ് ജിതിനെ ആക്രമിക്കുകയായിരുന്നു. വയറിനും കാലിനും കുത്തി പരിക്കേൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന സഖാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് സാധാരണഗതിയിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കുന്നതിന് പകരം വടിവാളും പോലുള്ള മാരക ആയുധങ്ങൾ കൊണ്ട് അവിടെ വരികയും അവിടെയുള്ള സഖാക്കളെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതിനും പിന്നിൽ മുമ്പുണ്ടായിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും ശേഷം ഇവരുടെ ലഹരി മാഫിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും അതിനെ DYFIക്കാർ ചോദ്യം ചെയ്തതുമാണ്. അതേപോലെ തന്നെ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുമൊക്കെയാണ് കാരണമായിട്ട് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. പെട്ടെന്ന് ഉണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമല്ല. ഇത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയതാണ്. ഇതിൽ ഞങ്ങൾ സംശയിക്കുന്നത് വിഷ്ണു മാത്രമല്ല, നിഖിലേഷ് മാത്രമല്ല, ഇവർ രണ്ടുപേരും നോടൊപ്പം ഇവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട്. ആരായി വാർഡ് മെമ്പർ? കക്കാട് വാർഡ് മെമ്പറായിട്ടിരിക്കുന്ന ആൾ ഇവിടെ ശബരിമലയിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്. നിരന്തരമായ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ആളാണ്. ഒരുപാട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഈ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതാണ് ആരാണ്? BJPയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വമാണ്. ഈ BJPയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പെരുന്നാട് പഞ്ചായത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ഈ കഴിഞ്ഞ കാലങ്ങൾക്കകത്താകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സഖാവിൻ്റെ ജീവനെടുക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അവർ എന്താ പറയുന്നത്? ഞങ്ങളുടെ സഖാവിനെ കൊന്നതിൽ DYFIക്കാരുമുണ്ടെന്ന്. ആ കള്ളം രാവിലെ തന്നെ പൊളിഞ്ഞു പോയതാണ്. രാവിലെ തന്നെ മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ ഞാൻ ആ വിഷയം വിശദീകരിച്ചതാണ്. മിഥുൻ മധു സുമിതസ് എന്ന് പറയുന്ന രണ്ടാളുകളുടെ പേരാണ് ഇവർ പറയുന്നത്. ഇവരൊരു ഫോട്ടോയും DYFIയുടെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പേജിനകത്ത് വന്ന് കാണിക്കുകയും ചെയ്തു. ഇത് എന്നത്തെ ഫോട്ടോയാണ്? ഇത് ഒരു വർഷത്തിന് മുമ്പ് അവിടെ കൺവെൻഷൻ ചേർന്ന സമയത്ത് RSSുമായിട്ടുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ രണ്ട് പേർ DYFIയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ സ്വീകരിച്ചു. അവരെ സ്വീകരിച്ച് അർഹമായിട്ടുള്ള ഒരു പരിഗണനയും നൽകി അവരെ യൂണിറ്റ് കമ്മിറ്റിക്കകത്ത് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ശേഷം അവർ ചെയ്തതെന്താ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള കക്കാട് വാർഡ് മെമ്പർമാരും അതേപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയ വിഷ്ണുവുമായി ചേർന്നുകൊണ്ട് അവിടെ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായി. അതിനെ ഞങ്ങൾ വിലക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയും കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നതിന് അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ സംരക്ഷണം തേടിപ്പോയത് ഈ കൊലപാതകമായിട്ട് ഈ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ്. ആ വിഷ്ണു ഇവരെ സംരക്ഷിച്ചു. പിന്നീട് ഇങ്ങോട്ട് അവരുടെ ഗോഡ് ഫാദറായിട്ട് പ്രവർത്തിച്ചത് RSSകാരനായ വിഷ്ണു നിഖിലേഷുമൊക്കെയാണ്. ഈ ക്രിമിനലുകളാണ് പ്രവർത്തിച്ചത്. DYFIക്ക് അതിനുശേഷം അവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അവർ DYFIക്കാരല്ല. ശരി. അപ്പോൾ അത്തരത്തിലേക്ക് ജെയ്സൺ പറഞ്ഞത് ഈ വിഷയത്തിന്റെ മനസ്സിലായി ജെയ്സൺ. അതായത് ഇന്ന് ഈ കൊലപാതകം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് ഒരു വർഷം മുമ്പുണ്ടായിരുന്ന ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി അതിൽ DYFI പ്രവർത്തകർ തന്നെയുണ്ട് എന്നൊരു പ്രചാരവേലയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർ DYFI മുമ്പ് തന്നെ അവരുടെ ഈ പറഞ്ഞ പെരുമാറ്റ ദൂഷ്യം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ കാരണം അവരെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ജെയ്സൺ പറഞ്ഞതിൽ അതുണ്ട്. നിങ്ങൾക്കത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വിശദീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തല്ലോ. ഞാൻ ശ്രീ രാജു അബ്രഹാമിലേക്ക്. രാജു അബ്രഹാം, ഇങ്ങനെ പല തരത്തിലുള്ള പ്രചാരണങ്ങളെയും കൂടി അതിജീവിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു വിശദീകരണം കൂടി നടത്തേണ്ടതായ സാഹചര്യം വന്നു ചേരുന്നുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കാർഡ് ചെയ്ത് ഒരു പോസ്റ്റർ ചെയ്ത് പ്രചരിപ്പിച്ചാൽ മതി, ആളുകളെ ആശയക്കുഴപ്പത്തിലാകാം, തെറ്റിദ്ധരിപ്പിക്കാം, പിന്നെ ഇവരോട് ഈ പറഞ്ഞതുപോലെ പക്ഷേ അവിടെയാണ് ഇത്തരം അപകടകരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായിട്ടുള്ള മാധ്യമങ്ങളുടെ ജാഗ്രത വേണ്ടത്. അക്കാര്യത്തിൽ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും എടുത്തിട്ടുള്ള സമീപനത്തിൽ താങ്കൾ ഏത് നിലയിലാണ് അതിനെ കാണുന്നത്? താങ്കൾ അതിൽ തൃപ്തനാണോ അതോ ശക്തമായ വിമർശനമുണ്ടോ? അല്ല, ഇത് 2 വർഷം മുമ്പ് ഉണ്ടായ ഒരു പോസ്റ്ററാണ്.
ഫോട്ടോ. ആ പോസ്റ്ററിൽ അവർ വന്ന പോലെ തന്നെ അന്ന് തന്നെ അവർ ഈ ക്രിമിനൽ സംഘത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയ ആളുകളാണ്. അവർ കഷ്ടിച്ച് 1 മാസമെങ്കിലും കഷ്ടിച്ച് ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അവരുമായിട്ട് യാതൊരു ബന്ധവും അതിനുശേഷം എനിക്ക് 2023 തുടക്കത്തിൽ തന്നെ ഇവർ പോയതാണ്. ഇപ്പം 2025 നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ ഈ കൊലപാതകത്തിൻ്റെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്, അതും നല്ല ഉശിരുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, ആ പ്രദേശത്ത് ഏറ്റവും അംഗീകാരമുള്ള ഒരു വ്യക്തി, നല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊന്നു തള്ളിയപ്പോൾ അതിനെതിരെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? അതാണോ ഉണ്ടായത്? അതിനു പകരം ഈ കള്ളക്കഥ പ്രചരിപ്പിക്കാനുള്ള ശ്രമമല്ലേ ചില മാധ്യമ സുഹൃത്തുക്കൾ നടത്തിയിട്ടുള്ളത്? ധാർമ്മികമായി ആലോചിക്കണം, ഇതാണോ ശരി? മറ്റൊരു സംഭവമായിരുന്നെങ്കിലോ, എവിടെയെങ്കിലും ഒരു DYFI പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു CPM പ്രവർത്തകൻ പ്രതിയായിരുന്നെങ്കിൽ എന്തായിരുന്നു? എത്ര ദിവസം തുടർച്ചയായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. അവിടെ ബ്രേക്കിങ്ങിൻ്റെ ഒഴുക്കായിരിക്കും. ഒരു ദിവസം മറ്റെല്ലാ പരിപാടികളും വേണമെങ്കിൽ മാറ്റിവെക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി മരിച്ച് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ കേരളത്തിൽ കൊടുക്കുമായിരുന്നു ഒരു DYFIക്കാരൻ പ്രതിയായിരുന്നെങ്കിൽ, ഒരു CPMകാരൻ പ്രതിയായിരുന്നെങ്കിൽ. ആ പ്രാധാന്യം കൊടുത്തതിന് 2-3 ദിവസം അതിനകത്ത് എത്ര ആളുകളായിരിക്കും വന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുക? പരസ്യം പോലും വേണമെങ്കിൽ ഉപേക്ഷിക്കും. അങ്ങനെ ഉള്ള ഒരു കേരളത്തിലാണ് ഇവിടെ മരിച്ച് അതിൻ്റെ ദുഃഖിക്കുന്ന ആളുകളെ ഓർക്കണ്ടേ? ഇങ്ങനെ ഉള്ള ഒരു കൊലപാതകം, നിഷ്ഠൂരമായ കൊലപാതകം നടത്താൻ അറയ്ക്കാത്ത മനസ്സുള്ള സംഘടനയാണ് RSS എന്ന് ഈ ലോകത്തോട് പറയാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാവണ്ടേ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ? എല്ലാ മാധ്യമ മര്യാദകളെയും മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംഭവത്തിൽ ആ കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ എല്ലാ നീതികളും നിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വളച്ചൊടിക്കാനും കള്ളപ്രചരണം നടത്താനും ചില മാധ്യമങ്ങൾ രാവിലെ തന്നെ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് പോലും ഒരു മാധ്യമം ചോദിച്ചത്, ഇത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ കൊലപാതകമല്ലേ? എത്ര ഒരു അറപ്പില്ലാത്ത നിലയിലാണ് ഇവിടുത്തെ ആ റിപ്പോർട്ടർമാരുടെ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മാധ്യമ മേധാവികൾ നൽകുന്ന നിർദ്ദേശമാണ്. എങ്ങനെ ഒരു രാഷ്ട്രീയവുമായി കാര്യമായി ബന്ധമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ വീട്ടുകാരും എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള അവരുടെ അടുത്ത് പോയി അവർ സംഭവം കണ്ടിട്ടില്ല, അവരാകപ്പാടെ ഈ സംഭവം പുറത്തു നിന്നുള്ള ആ സംഭവം പോലും അറിഞ്ഞത് എനിക്ക് തോന്നുന്നു രാവിലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പുലർച്ചെ 2 മണിക്ക് ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇദ്ദേഹത്തോടൊപ്പമുള്ള കുട്ടികളോട് പോലും ഈ മരണവിവരം നമ്മുടെ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. കാരണം അത് വലിയ ഷോക്കായി മാറും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലറിഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം ഒന്നും അറിയാത്ത ഒരു വീട്ടിൽ പോയി ഇത് നീട്ടി ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊരു മര്യാദയാണ് നമ്മളത് കാണിക്കുന്നത് എന്ന് ഒരു മനസാക്ഷിയില്ലാത്ത ഒരു സമീപനം. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടാൻ വേണ്ടി ജനിച്ചവരാണ്. DYFI പ്രവർത്തകർ അവർ ആർക്കും കയറി കൊല ചെയ്തിട്ട് മടങ്ങിപ്പോകാം, എന്തും ചെയ്യാം. ആ നിലയിലേക്കൊരു മാനസികാവസ്ഥ ഒരു മാധ്യമ മുതലാളിയുടെയും മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് തെറ്റാണ്, അത് തെറ്റായ സന്ദേശമാണ്. പിന്നെ കുറേ നാളുകളായി CPMനും DYFIക്കും ഒക്കെ എതിരായി പടച്ചുവിടുന്ന നുണക്കഥകളും കള്ളക്കഥകളും വ്യാജ വാർത്തകളും അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ മാധ്യമധർമ്മത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ ജനങ്ങൾ അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ ആ ആശുപത്രിയിൽ വെച്ച് തന്നെ രാത്രി 1:30 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ വസ്തുത നമ്മൾ അറിയിച്ചതാണ്. ഇവിടെ ഒരു DYFIയുടെ സജീവ പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. കൊന്നത് അവിടുത്തെ ഒരു ക്രിമിനൽ RSS BJP BMS പ്രവർത്തകൻ. എന്നിട്ട് ചോദിക്കുകയാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ? എന്തൊരു മാനസികാവസ്ഥയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇത് അല്ലെങ്കിൽ ഈ ആയുധങ്ങളുമായിട്ട് വന്ന്
യെസ്. ആയുധങ്ങൾ വാഹനത്തിൽ സൂക്ഷിച്ച്. അപ്പോൾ കരുതി കൂട്ടി വന്ന് ഉള്ള ഒരു കൊലപാതകം നടത്തിയ സംഭവത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ UDFും BJPയും വളർത്തിക്കൊണ്ടുവരുന്ന അതിന് ചില മാധ്യമങ്ങൾ അവരുടെ പിന്തുണ ഇക്കാര്യത്തിൽ മാത്രമല്ല, കുറേയേറെ കാര്യങ്ങളിൽ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യാജ വാർത്തകൾ, വ്യാജ വാർത്താ ബോംബുകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അത് മനുഷ്യത്വമല്ല, മനുഷ്യരാരും ചെയ്യാത്ത കാര്യമാണ്, നീചമാണ് ഈ പ്രവർത്തികൾ. അങ്ങനെ അത് മലയാളികളെ ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൊല്ലപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നാളെ കഴിഞ്ഞ്, അദ്ദേഹത്തിൻ്റെ മാതാവ് പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവിടെ ആളുകൾ വിളിക്കുമ്പോൾ 1 മാസത്തേന് അല്ലെങ്കിൽ 15 ദിവസത്തേന് പുറത്തുപോയി ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ വളരെ താണനിലയിൽ ജോലി ചെയ്ത് ഒരു കുടുംബം പുലർത്തുന്ന അമ്മയാണ് അതാണ് അവരുടെ കുടുംബത്തിൻ്റെ വരുമാനം. അത് കൂടാതെയുള്ള ഒരു വല്ലപ്പോഴും കിട്ടുന്ന ഈ ചുമട്ടുതൊഴിലാളി വരുമാനം മാത്രമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. ആ വരുമാനവും കൂടി ഇപ്പോൾ ഇതിൻ്റെ വേർപാടോടുകൂടി നിലച്ചിരിക്കുകയാണ്. അതാണ് കുടുംബത്തിൻ്റെ പരിതാപകരമായ ഒരവസ്ഥ. രാജു എബ്രഹാം പറയുമ്പോൾ ഞാൻ ഓർത്തത് അതാണ്, ലാൽകുമാർ. അതായത് ഹൃദ്രോഗിയായ അച്ഛനാണ്. അച്ഛനോടാണ് രാവിലെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ? അദ്ദേഹം തന്നെ പൊരുത്തപ്പെട്ടിട്ടില്ല, കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആളുകൾ നേരത്തെ രാജു എബ്രഹാം പറഞ്ഞ പോലെ ഒപ്പം നിൽക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വല്ലാതെ ചേർത്ത് പിടിച്ചൊക്കെ നിർത്തി ആ ഒരു വേദനാജനകമായ അവസ്ഥ അറിയിക്കുന്ന ഒരു ഘട്ടത്തിനോ അതിനു മുമ്പോ അതിനു ശേഷമൊക്കെ ദയാരഹിതമായി അങ്ങ് ചോദിക്കുകയാണ്. അദ്ദേഹം ഏതാണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം ചെയ്യൽ മട്ടിൽ ചോദിക്കുകയാണ്, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. മരിച്ചു കിടക്കുന്ന മകൻ്റെ മരണത്തെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച് ഒരു അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന, ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് നമ്മളുടെ തന്നെ സുജുവാണ് ചോദിക്കുന്നത്, അച്ഛനോട് ചോദിക്കുന്നത് എപ്പോഴാണ് ജിതിൻ പോയത്, എപ്പോഴാണ്, ഇങ്ങനെ ചോദിച്ച് ഒരു മരണം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് സ്വാഭാവികമായി പോവുകയാണ്. അവിടെ വെച്ചാണ് അച്ഛൻ പറയുകയാണ്, വീടിൻ്റെ ഏക വരുമാന മാർഗമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരു സഹോദരിയാണുള്ളത്, ഇവർ 2 മക്കളാണുള്ളത് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം സൂചിപ്പിച്ചത്. നേരത്തെ ജെയ്സണും അവിടെയുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മാധ്യമങ്ങൾ ഈ വിധം പെരുമാറുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ലാലിനോട് ഞാൻ മറ്റൊരു പ്രതികരണം കൂടി, ഇന്ന് വളരെ ദീർഘമായൊരു വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടത്തിയ പ്രതിപക്ഷ നേതാവിനോട് സ്വാഭാവികമായും ഈ രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ച് ചോദ്യം ഉയരുമ്പോൾ അദ്ദേഹം വളരെ വേഗത്തിൽ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ച് പോവുക കൂടിയാണ് ഉണ്ടായത്. ലാൽകുമാർ, 2-3 വലിയ വിഷയങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കസേര ഉറപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിലും എനിക്ക് തോന്നുന്നു താല്പര്യമില്ല. പിണറായി വിജയനെതിരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും പറയാൻ കിട്ടുമോ എന്നുള്ളത് മാത്രമായി, അല്ലെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതിപക്ഷ നേതാവ് നോക്കി നടക്കുന്നത്. അതേ കാര്യം നോക്കി നടക്കുന്ന മറ്റൊരു ആത്മാവിടെ രാജ്യത്തുണ്ട്, അത് രമേശ് ചെന്നിത്തലയാണ്. ഇവർ 2 പേരുടെയും ജോലി ഇതാണ്. കാര്യം ആരാണ് പ്രതിപക്ഷ നേതാവ്? ഇത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയല്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നതാണ്. കാര്യം ഞാൻ അങ്ങ് പറയും, എനിക്ക് അങ്ങനെ ഒരു ശീലം ഉള്ളത് കൊണ്ട് അങ്ങ് പറയുക. ഇതാണ് അവരുടെ മെയിൻ ജോലി, മെയിൻ തൊഴിൽ. ഇത് മാധ്യമപ്രവർത്തകരാണെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞൊരു സബ്സിക്വന്റ് ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊരു ചോദ്യവും പ്രതിപക്ഷ നേതാവിനോടൊക്കെ ചോദിക്കത്തുമില്ല. അങ്ങനെ ഒരു ആസ്പെക്ട് കൂടെ ഉണ്ട്. അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? കേരളത്തിൽ നടക്കുന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ആ ചോദ്യം വരില്ല ഒരിക്കലും. അത് പോട്ടെ, പ്രതിപക്ഷ നേതാവിനെ ഒന്ന് മാറ്റിവെക്കാം. പാർലമെന്റ് മെമ്പറായ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അല്ലേ, ആന്റോ ആന്റണി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്കൊന്നും കേട്ടില്ല. ഇപ്പൊ സഖാവ് രാജു എബ്രഹാം ആ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് പറഞ്ഞത് നന്നായി എന്ന് ഞാൻ കരുതുന്നു. കാര്യം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വ്യക്തി, മരണപ്പെട്ട വ്യക്തി അല്ല, കൊല്ലപ്പെട്ട വ്യക്തിയാണ്. രണ്ട് വാക്ക് തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആ വീടിന്റെ സാഹചര്യം, ആ വീടിന്റെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തെക്കുറിച്ച് കൈരളിയിൽ കൂടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ പറ്റും,
അല്ലെങ്കിൽ അതുവഴി മാത്രമേ ഇത് ചെല്ലൂ എന്ന് പറഞ്ഞൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. മറ്റൊരു ചാനലിൽ കൂടെ ഇത് പോകില്ല. അവിടുത്തെ പാവപ്പെട്ട കുടുംബമാണ്, അല്ലെങ്കിൽ ഹൃദ്രോഗിയായ അമ്മയുണ്ട്, അവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല, കൂലിവേലയെടുത്താണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യവും ഒരു സ്റ്റോറിയും മറ്റൊരു മാധ്യമങ്ങളും വരില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാര്യം അതാണ് അവരുടെ രീതി. അതേ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാരനായിരുന്നു കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ അതിന് മ്യൂസിക് ഇട്ട് ടോൺ ഇട്ട് ഒക്കെ കാണിച്ച് അത് യഥാർത്ഥത്തിൽ അതൊരു വലിയ സ്റ്റോറിയാക്കി അവർക്ക് മാറ്റാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അപ്പുറത്തുള്ള കാര്യം ചെയ്യട്ടെ, അതുപോലെ ഇതും ചെയ്യണ്ടേ. ഇത് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ ആ കാര്യത്തിന് വളരെ പ്രസക്തി ഉണ്ടാകുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നോക്കൂ, നമ്മള് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു കാര്യം, താങ്കൾ ചോദിച്ചത് ഞാൻ ഇന്ന് കൂടുതൽ സംസാരിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെയാണ്. മറ്റു കാര്യങ്ങൾ സഖാവ് പറഞ്ഞല്ലോ. മാധ്യമപ്രവർത്തകരെ ഡീൽ ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ഏറ്റവും വൃത്തിയായി ഡീൽ ചെയ്ത ആൾക്കാരിൽ ഒരാൾ പിണറായി വിജയനാണ്. എനിക്കൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഏറ്റവും ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച കടക്ക് പുറത്ത് എന്ന വാക്ക് അത് പറഞ്ഞ പിണറായി വിജയനോട് എനിക്ക് എന്നും ബഹുമാനമാണ്. കാര്യം ഇവരോട് കടക്ക് പുറത്തുനിന്ന് തന്നെയാണ് പറയേണ്ടത്. എനിക്കൊരു സംശയമില്ല. അതിനകത്ത് ഒരു ജനാധിപത്യ വിരുദ്ധതയും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കടക്ക് പുറത്തുനിന്ന് പറയേണ്ടവരുടെ കടക്ക് പുറത്തുനിന്ന് പറയണം. പിന്നെ ആര് പറയും ഇത്? അദ്ദേഹം അന്നത്തെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. കടക്ക് പുറത്ത് എന്ന് പറയാൻ ആർജവമുള്ള നേതാക്കന്മാരും ഇവിടെ ഉണ്ടാവണം. മാധ്യമപ്രവർത്തകരെ അങ്ങനെ ഡീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യണം. കടക്ക് പുറത്തെന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ താല്പര്യമില്ല, മാറിപ്പൊക്കോളൂ. ആ പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അന്ന് തൊട്ട് മാധ്യമങ്ങളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ പിണറായി വിജയനോട് എനിക്കൊരു പ്രത്യേക ബഹുമാനമാണ്. അത് ജനാധിപത്യ വിരുദ്ധതയാണെന്ന് ഞാൻ അവരുടെ പറയത്തുമില്ല. അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് തന്നെ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. മനോരമയുടെ ഒരു സമ്മിറ്റ് നടക്കുമ്പോൾ അതിനകത്ത് ജോണി ലൂക്കോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ അദ്ദേഹം പിണറായി വിജയൻ തന്നെ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പം ഒരു വടിയും കൊണ്ട് എന്റെ മുന്നിലേക്ക് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കാണിക്കുക. എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതിനെ ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. ആ പിണറായി വിജയൻ പറഞ്ഞ ആ വരി യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന് ബാധകമല്ലേ? എപ്പ സംസാരിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. അവരുടെ കയ്യിലോട്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ട് എങ്കിൽ, അവർ പൊട്ടിക്കരയുന്ന ഒരു സീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അങ്ങനെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന എന്താ? കുത്തി ചോദിക്കുക. ആ കുത്തി ചോദിക്കുക എന്ന് പറയുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കരുതിക്കൊണ്ട് നടക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? ഇത് മാധ്യമപ്രവർത്തനം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. ഒരുപാട് നാളായിട്ട് ഞാൻ മാധ്യമപ്രവർത്തകരെ ഫോളോ ചെയ്യുന്നതാണ്. അത് ഇന്ത്യക്ക് അകത്തുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും അവരുടെ സ്റ്റാൻഡേർഡ് എങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്ന് എനിക്കറിയാം. ലോക മീഡിയയിലെ കാര്യമാണെങ്കിലും അത്യാവശ്യം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കഷ്ടമാണ് കേരളത്തിലെ കാര്യം, കഷ്ടം. ഒരു ചോദ്യം ചോദിക്കാൻ, ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യം കൃത്യമായി ചോദിക്കാൻ കഴിവില്ലാത്തവരായി മാധ്യമപ്രവർത്തകർ മാറിയിരിക്കുന്നു. ആ കഴിവില്ലാത്തതിന് കാരണം ജില്ലാ സെക്രട്ടറി പറഞ്ഞ അതേ കാര്യം ഞാൻ വീണ്ടും എടുക്കുക. ആ കഴിവുള്ളവൻ കഴിവ് ഉപയോഗിച്ചാൽ അവൻ ആ ജോലിക്കകത്ത് കാണത്തില്ല. അതിന് നമ്മൾ ചേർത്ത് വായിക്കേണ്ട എവിടെയാണ്? കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി കേരളത്തിൽ വന്നായിരുന്നല്ലോ, അനുരാഗ് ഠാക്കൂർ. നമ്മളത് ചർച്ച ചെയ്തതാ. ചർച്ചയായിട്ട് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അനുരാഗ് ഠാക്കൂർ വന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ, ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും ചേർന്ന് അദ്ദേഹം ഒരു പാർട്ടി കൊടുത്ത് അന്ന് തുടങ്ങിയതാണ് ഇതിനകത്ത് ഏറ്റവും ഡീഗ്രേഡഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ്. അതിനു മുമ്പും ഡീഗ്രേഡഡ് റിപ്പോർട്ടിംഗ് തന്നെ. പക്ഷേ ആ ഡീഗ്രേഡഡ് റിപ്പോർട്ടിങ്ങിനെ ഒരു ആക്സെൻച്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഫർദർ ഡീഗ്രഡേഷൻ നടത്തുന്ന പ്രോസസ് അനുരാഗ് ഠാക്കൂർ വന്ന ശേഷമാണ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇതും ആ ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. ഓരോ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾ, ഒരു 3-4 മാസം മുമ്പ് ഇവിടെ ഒരു പരിപാടിക്ക് പോയപ്പം സന്ദീപിന്റെ അച്ഛനും അമ്മയും ഞാൻ കണ്ടു. അവരെന്റെ അടുക്ക് വന്നു. ആ കുടുംബം ഇപ്പൊ എന്തോ ചെയ്യുന്നതെന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ പറയാൻ പറ്റുമോ? ആർക്കേലും എന്തേലും ഒരു കാര്യം പറയാൻ പറ്റും ആ കുടുംബം എന്താ ചെയ്യുന്നതെന്ന്? പക്ഷെ നോക്കൂ, കാസർഗോഡ് കൊലപാതകം നടന്ന വീട്ടിലെ ആ വീട്ടുകാരെല്ലാം ആൾക്കാരെ കുറിച്ച് അറിയുന്നുണ്ടല്ലോ. ആ വീട്ടുകാരെ കുറിച്ച് അറിയട്ടെ. ഞാൻ അപ്പോഴും പറയുന്നത്, കൃപേഷും ശരത് ലാലും എന്ന് പറയുന്ന വീട്ടിലെ മാതാപിതാക്കളുടെ ദുഃഖം അത് ലോകം കാണേണ്ട ദുഃഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആ ദുഃഖം കാണുന്നത് പോലെ സന്ദീപിന്റെ വീട്ടിലെ ദുഃഖം കാണണ്ടേ? ആ അച്ഛനെ അമ്മയെ ഞാൻ കണ്ടതാണ്. അവരുടെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഇവരുടെ സങ്കടം സമൂഹം കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ആര് എന്നുള്ളൊരു വലിയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമല്ലേ ഇത്? ആ ചോദ്യത്തിന് മറുപടി കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ് പറയേണ്ടത്. ഈ വിഷയം കേരളത്തിൽ ഇങ്ങനൊരു അരുംകൊല നടന്നത് ഒരു CPM പ്രവർത്തകന് CITU-കാരനായതുകൊണ്ട് മാത്രം അറിയാതെ പോയ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? പ്രതിപക്ഷ നേതാവിന് മറുപടി പറയണ്ടേ? പാർലമെന്റ് മെമ്പർ മറുപടി പറയണ്ടേ? നിശ്ചയമായ ഒരു നിലപാടുണ്ടാവണം അദ്ദേഹത്തിനും, അദ്ദേഹം അടക്കം. അതെ, അദ്ദേഹമൊക്കെ ഇരിക്കുന്ന പദവിക്കനുസരിച്ച് കേരളത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പറയേണ്ട ആളാണ്. ഉത്തരവാദപ്പെട്ട പദവികളിരിക്കുക, അതെനിക്കറിയില്ല എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞു പോകുന്നതിനകത്ത് ഒട്ടേറെ അപകടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. വിമർശനപരമാണത് നിശ്ചയമായും. അദ്ദേഹത്തിൻ്റെ ആ ശൈലി തന്നെ ശരിയായില്ല എന്ന നിശ്ചയമായൊരു ബോധ്യം അദ്ദേഹം തന്നെ ഇന്നത്തെ ആ പ്രതികരണത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഏതായാലും ഞാൻ വേഗം വരാം. ഇതൊരു അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ളതും ഒരു തരത്തിലും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഈ കണ്ണിയിലെ അവസാനത്തെ ആളാണ്, ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലുള്ള ആളാണ് പെരുന്നാട്ടിലെ ഈ ജിതിൻ എന്നുള്ളതാണ്. ശ്രീ രാജു എബ്രഹാം, അവസാനമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിസ്സംഗമായ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ സഭാ ദിനങ്ങളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് വിജയിച്ച സഭയിലേക്ക് പോയി നടത്തിയ അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗത്തിൽ ഈ വെഞ്ഞാറമൂട്ടിലെ ഇരട്ട കൊലപാതകമുണ്ട്, ഹക്കും മിഥിലാജും, അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആ വിചാരണ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വാദി പ്രതിയായി എന്ന നിലയിലൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ സഭാ TV യിൽ കണ്ടതാണ്. അപ്പോൾ ഉടൻ തന്നെ വെഞ്ഞാറമൂട്ടിലെ ഈ പറഞ്ഞ വാമനപുരം MLA DK മുരളി അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് തെറ്റായ ഒരു വസ്തുതാപരമായ പിശകാണ് അംഗം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. ഇത്തരമൊരു പ്രചാരണം അങ്ങനെ നടത്തുകയാണ്, അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതേക്കുറിച്ചാണ് ഞാൻ നേരത്തെ ജെയ്സണോട് സൂചിപ്പിച്ചത്. ജെയ്സൺ ആ അനുഭവത്തിൽ നിന്ന് നാട്ടിലെ ഒരു അനുഭവം പറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണം ഓരോ ഭാഗത്തും നടത്തുന്നു. അതിനെയൊക്കെ പച്ചക്കൊടി കാട്ടും വിധത്തിലേക്ക് മാധ്യമങ്ങൾ ഇത്തരം നിശബ്ദത പാലിക്കുന്നു, വെള്ളപൂശുന്നു. നേരത്തെ സ്വരാജ് താങ്കൾ വരുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, വെള്ളപൂശുകയാണ്. കൊലപാതകങ്ങൾക്കെല്ലാം എതിരെ ഒരു നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും പല കേസുകളിലും നിശബ്ദത പാലിക്കുന്നത് CPM പ്രവർത്തകരാണെങ്കിൽ നിശബ്ദത പാലിക്കുന്നു, വെള്ളപൂശുന്നു, മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു മാധ്യമം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ ഒരു അനുഭവം സൂചിപ്പിച്ചതാണ്. ഒരു കാര്യം വ്യക്തമാണ് ശ്രീ രാജു എബ്രഹാം, ഇത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ്. ഒന്നാം പ്രതി, മുഖ്യപ്രതി, ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെ നടപടികളിലാകെ അത് പ്രകടമാണ്. അതനുസരിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ ഈ അന്വേഷണ സംഘം പോകേണ്ടതല്ലേ? ഇത് നമ്മൾ കാണേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും RSSകാർ കലാപമുണ്ടാക്കുന്നത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചിട്ടാണ്. വ്യാജ വാർത്ത, യാതൊരു ബന്ധവുമില്ലാത്ത അത് അങ്ങനെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, മതത്തിൻ്റെ ആ മതവിശ്വാസത്തെ ജീർണതപ്പെടുത്തുന്ന വ്യാജ വാർത്തകൾ ഉണ്ടാക്കുക, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നത്. അപ്പോൾ വ്യാജ വാർത്ത, ഇവിടെ തന്നെ അഖിൻ്റെ മിഥിലിൻ്റെ കാര്യം തന്നെ വാദി പ്രതിയാവ് നടക്കുന്നു. അപ്പോൾ ജനങ്ങളിൽ സംശയം. അപ്പോൾ അത്രയോ നിഷ്ഠൂരമായ മറ്റൊരു കൊലപാതകമായിരുന്നു അത്. അപ്പം ഇവിടെ CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ അത് മൂടി വെക്കുക, അപ്പുറത്ത് കോൺഗ്രസ്സുകാർ കൊലക്കത്തിയുമായി രംഗത്തിറങ്ങി എന്തു തോന്നിവാസം കാണിച്ചാലും, എത്രയോ കോൺഗ്രസ്സുകാരെ തന്നെ എത്ര പേരെയാണ് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയത്. എന്നിട്ട് എന്ത് വാർത്തയാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് കേരളത്തിൽ? ഇതെല്ലാം മൂടി വെക്കുകയാണ്. എന്നുവെച്ചാൽ നിക്ഷിപ്തമായ ഒരു അജണ്ട ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം നമുക്കറിയാം ഏറ്റവും സമാധാനപരമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ എങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കാം, ഈ കേരളത്തിൽ എങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടാക്കാം എന്ന ഒരു ഗവേഷണം നടത്തുകയാണ്. അതിന് എല്ലാ പിന്തുണയും നൽകുന്നു കോൺഗ്രസ് പാർട്ടിയും എന്നാണ് VD സതീശൻ പ്രതികരിക്കാത്തതിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമുണ്ട്. അതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി, ധാരാളം ആളുകൾ ജില്ലയുടെ പല ഭാഗത്തും RSSൽ നിന്നും BJPയിൽ നിന്നും രാജിവെച്ച് CPMലേക്ക് വരികയാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഏതാണ്ട് 225ഓളം ചെറുപ്പക്കാരാണ്
അവർ യുവമോർച്ചയിൽ നിന്നും RSSൽ നിന്നും രാജിവെച്ച് RSSന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയാണ് വരുന്നത്. ഇനിയും രാജിവെക്കാനായി പലരും തയ്യാറെടുത്ത് നിൽക്കുന്നത്. അപ്പം പ്രശ്നം വളരെ രൂക്ഷമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആളുകളെ കേസിൽ കുടുക്കി പിടിച്ചു നിർത്താനുള്ള മറ്റൊരു തന്ത്രം അവർ ആവിഷ്കരിക്കുന്നുണ്ട്. വിരളിവുണ്ട്. CPM പ്രവർത്തകർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. വ്യാജ വാർത്ത ഇന്ന് കൊണ്ടുവന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്, രാവിലെ തന്നെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ, അതിന് വസ്തുതകളെ അന്വേഷിക്കാതെ കുടപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ദൗർഭാഗ്യകരമായ കാര്യമാണ്. മാധ്യമങ്ങൾ വാർത്തകൾ അന്വേഷിക്കട്ടെ, സത്യസന്ധമായ വാർത്തകൾ കൊടുക്കട്ടെ. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും, ഞങ്ങളതിനെ നിഷേധിക്കുന്നവരല്ല. അതിനു പകരം എല്ലാ മാധ്യമധർമ്മങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ നുണ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ അതെടുത്ത് പൊട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് സമാധാനം പുലരാൻ, ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതിക്രൂരമായി വധിക്കപ്പെട്ട ആ ജിത്തിനോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്, അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നാണ് എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കുക. നിശ്ചയമായും ആ ജിതിൻ്റെ കൊലപാതകം, ആ കുടുംബത്തോടൊപ്പം ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ബോധം നാട്ടിലാകെ വരേണ്ടതുണ്ട്. ഇത്തരം രാഷ്ട്രീയ കൊലപാതകികൾ, ആ കൊലയാളികൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഇപ്പോൾ RSS BJP പ്രവർത്തകരാണ് ഈ കേസിൽ പ്രതിയായി വന്നിട്ടുള്ളത്. അവർക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം മറുഭാഗത്ത് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും. അത്രമേൽ വിമർശനം കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളിൽ അവർ പലപ്പോഴും കാട്ടുന്ന ഈ പറഞ്ഞ നിസ്സംഗതയിൽ അല്ലെങ്കിൽ വെള്ളപൂശൽ അല്ലെങ്കിൽ നിശബ്ദതയിൽ ശക്തമായി ഉയരുന്നുണ്ട് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് M. സ്വരാജ്, ശ്രീ രാജു എബ്രഹാം, അതുപോലെ തന്നെ ശ്രീ ജെയ്സൺ, അഡ്വക്കേറ്റ് ലാൽകുമാർ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.